നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് പറഞ്ഞ് സഹനത്തിലൂടെ, സത്യാഗ്രഹത്തിലൂടെ, അഹിംസയിലൂടെ, സത്യത്തിൻ്റെ പന്ഥാവിലൂടെ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് സഫലതയേകിയ മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളിൽ ശുചിത്വത്തിന് ഏറെ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട്. ശുചിത്വ സുന്ദരമായ ഒരു ഭാരതം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. മാലിന്യമുക്തമായ കേരളം എന്ന മഹനീയമായ ആശയം സഫലമാക്കുന്നതിനായി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന് ഇന്ന് കേരള സർക്കാർ നാന്ദി കുറിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് മാലിന്യമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കുന്നതിനായി ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രയത്നിക്കാം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ശുചിത്വത്തിനായി ഓരോ വ്യക്തിയും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രയത്നിക്കാം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ്. ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഗാന്ധി ജയന്തി ഒക്ടോബർ 2. ശുചിത്വ സുന്ദരമായൊരു ഭാരതം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ഗാന്ധിയൻ ദർശനങ്ങളിൽ ശുചിത്വബോധത്തിന് ഏറെ പ്രാധാന്യവും നൽകിയിരുന്നു. നമ്മളിപ്പോൾ മാലിന്യമുക്തമായ കേരളത്തിനായി, ശുചിത്വ സുന്ദരമായ ഒരു കേരളത്തിനായി, സുസ്ഥിര കേരളത്തിനായി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന് ഇന്ന് നാന്ദി കുറിക്കുമ്പോൾ, കേരള സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. പറയാം സാർ. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ കിരൺ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അതുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു പ്രവർത്തനമാണ് ശുചിത്വം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം, രാഷ്ട്രപിതാവ്, അത്രയധികം പ്രാധാന്യത്തോടെയാണ് ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തെക്കാൾ, ആ കാലത്ത് പറഞ്ഞിരുന്നത് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ശുചിത്വം എന്നാണ് മഹാത്മജി നമ്മളോട് ഉദ്ഘോഷിച്ചിട്ടുള്ളത്, രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയധികം പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നുള്ള തലത്തിലാണ് മഹാത്മജി നമ്മളോട് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യം ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ശുചിത്വമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്, ജീവിതവും ജീവനുമില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ സ്വച്ഛതാ ഹി സേവ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, അത് ഈ രാഷ്ട്രപിതാവിൻ്റെ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള ദിനങ്ങളിൽ എല്ലാ വർഷവും ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. കാരണം ഈ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഒരു സമാപന ദിവസമായി ഒക്ടോബർ 2 നമ്മളിവിടെ ഒരു ദീർഘകാല ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ദീർഘകാലം എന്ന് പറയുന്നത് ഒരു ഏകദേശം അടുത്ത ഒരു 2025 മാർച്ച് മാസം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചത്, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് 2016-17 കാലഘട്ടത്തിലാണ് നമ്മൾ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. അന്ന് നമ്മൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ വളരെ വിപുലമായ രീതിയിൽ, അന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ക്യാമ്പയിൻ എന്ന് സംസ്ഥാന തലത്തിൽ അന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു അത് ലോഞ്ച് ചെയ്തത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ക്യാമ്പയിൻ. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഏതാണ്ട് ഒരു 2020 നമുക്ക് ആ ക്യാമ്പയിനിൽ വളരെയധികം നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ മുന്നോട്ട് പോയതിൻ്റെ ആ നാൾ വഴികളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു 2ാം ഘട്ട ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ വർഷം,
2023 മാർച്ചിൽ തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ പേര് മാലിന്യത്തിൽ നിന്ന് മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നൊരു ക്യാമ്പയിനായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2017 തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലും ഹരിതകർമ്മസേന മുതലായ സേവന പ്രവർത്തനങ്ങൾ, ഹരിതകർമ്മസേനയിലൂടെയുള്ള സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിലും മുന്നോട്ട് പോയെങ്കിലും ബ്രഹ്മപുരം പോലുള്ള ചില തിരിച്ചടികൾ ഈ കാലത്ത് തന്നെയാണ് നമുക്കുണ്ടായത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയും തരണം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ കൂടുതൽ വിപുലമായ ഒരു ക്യാമ്പയിൻ, കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ സേവന സന്നദ്ധരായ ഹരിതകർമ്മസേനയുടെ സേവനം ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആരംഭിക്കുകയും തുടർന്ന് ഈ മേഖലയിൽ കുറേയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സൈഡിൽ കുറേയധികം ഡെവലപ്മെൻറ്റ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യവും അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹരിതകർമ്മസേനയുടെ സേവന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ടാണ് നമ്മൾ കൂടുതൽ ജനകീയമായ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇതിൻ്റെ അകത്ത് ജനങ്ങളുടെ ഉത്തരവാദിത്വം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ചില കടമകൾ കൂടി നിർവഹിച്ചുവെങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു ക്യാമ്പയിൻ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതാണ്ട് 20,000-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളിലാണ് ഇതിൻ്റെ ലോഞ്ച് ഇന്ന് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും അതേപോലെ തന്നെ അതിൻ്റെ വാർഡ് തലങ്ങളിലും ഇന്ന് ഇതിൻ്റെ സമാരംഭം കുറിച്ചിരിക്കുകയാണ്. അടുത്ത മാർച്ചോടുകൂടി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെയും വീടുകളിലും സ്ഥാപനങ്ങളിലും പൊതുവിടങ്ങളിലും എല്ലാം ഒരു പുതിയ ഒരു മാലിന്യ സംസ്കരണ സംസ്കാരം രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ ഉള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. സാറ് പറഞ്ഞു നിർത്തിക്കൊണ്ടായൊരു പുതിയൊരു നവീനമായൊരു മാലിന്യ സംസ്കാരം ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഏറെ ജനകീയമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. പൊതു മാലിന്യ പ്രശ്ന പരിഹാരം പൊതുജനങ്ങളിലൂടെ എന്നതാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. പൊതുജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഈ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു മുഖ്യ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് പറയാം. അതെ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തിലെ പൂർണ്ണമായ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൗരന്മാരുടെ തലയിൽ വെച്ച് കിട്ടുന്നു എന്നുള്ള തരത്തിലുള്ള ചില മറുവാദങ്ങൾ ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അത് നമ്മളതിൻ്റെ ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ഒരു ശരിയായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം ഒരിക്കലും നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതുപോലുള്ള മാലിന്യങ്ങൾ ഒരിക്കലും ജനങ്ങൾക്ക് സംസ്കരിക്കാൻ, അവരുടെ ഉത്തരവാദിത്തത്തിൽ സംസ്കരിക്കാൻ കഴിയില്ല. പക്ഷേങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിയമപരമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തവും ജനങ്ങളുടെ സഹകരണവും ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുണ്ട്. നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയോ മറ്റ് രാജ്യങ്ങളെപ്പോലെയോ അല്ല നമ്മളുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് ജനസാന്ദ്രതയിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലസൗകര്യം, കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സ്ഥലസൗകര്യം വളരെ കുറവാണ്. പിന്നെ കാലാവസ്ഥ, അതുപോലുള്ള ചില ഘടകങ്ങളോടും നമ്മളുടെ മഴ പോലെയുള്ള ഘടകങ്ങളും ഈ മാലിന്യ സംസ്കരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേന്ദ്രീകൃത പ്ലാന്റുകൾ നമ്മുടെ മാലിന്യങ്ങൾ എത്തിച്ച് സംസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്ത് വളരെയധികം അപ്രായോഗികതയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിൽ വിവിധ ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം വിളപ്പിൻശാല, അതേപോലെ ഞെളിയൻപറമ്പ്, കോഴിക്കോട് ഞെളിയൻപറമ്പ്, ഇങ്ങനെയുള്ള കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരായിട്ടുള്ള പൊതുജന പ്രതിഷേധങ്ങൾ നമ്മൾക്ക് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. വിദേശ രാജ്യങ്ങളിലും ഇതുപോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം അവർക്ക്
ജനപ്പാർപ്പില്ലാത്ത ഒട്ടനവധി സ്ഥലങ്ങളുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ദൃഷ്ടിയിലേക്കല്ല, ജനങ്ങളുടെ ബോധ്യത്തിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവർക്ക് മരുഭൂമി ഉണ്ട്, ധാരാളം മരുഭൂമിയുണ്ട്. അവിടെ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അറിയുന്നില്ല, അവിടെ എന്താണ് മഴയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കില്ല. മറ്റ് വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലും അവർ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ അവിടെ അത്തരം വിദേശ രാജ്യങ്ങളിലുണ്ടാകുന്ന വളരെയധികം മാലിന്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലേക്ക്, അതായത് വികസ്വര രാജ്യങ്ങളിലേക്കാണ് കയറ്റി വയ്ക്കുന്നത്. കാരണം റീസൈക്ലിങ്ങിനൊക്കെ പരമാവധി സാധ്യതകളുള്ളത് നമ്മുടെ രാജ്യത്താണ്. കാരണം റീസൈക്കിൾഡ് പ്രോഡക്റ്റൊക്കെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളാണ് അവരുടെ മാലിന്യത്തിൻ്റെ വലിയൊരളവ് സംസ്കരിച്ച് കൊടുക്കുക എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മളും മാലിന്യ സംസ്കരണത്തിൽ വളരെ പുറകിലാണ് എന്നുള്ള ഒരർത്ഥം പലപ്പോഴും ജനങ്ങൾ കരുതാറുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പം പക്ഷേ നമുക്ക് നമ്മുടേതായ ചില രീതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, വികേന്ദ്രീകൃതമായിട്ടുള്ള രീതികൾ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. ആ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളെ വൃത്തിയായി പരിപാലിക്കുന്ന, വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ ചോദിക്കും, വലിച്ചെറിയാതിരിക്കണമെങ്കിൽ സംവിധാനങ്ങൾ ആവശ്യമില്ലേ എന്നുള്ളത്. സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്, ഇന്ന് ലഭ്യമാണ്. ആ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രങ്ങൾ, മിനി മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രങ്ങൾ, അതേപോലെ ഹരിതകർമ്മസേനയുടെ സേവനം, ഇതൊക്കെ ഈ മാലിന്യ സംസ്കരണത്തെ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, മിനി മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രങ്ങൾ, ഹരിതകർമ്മസേന, ഇവയൊക്കെ അജൈവ മാലിന്യ പരിപാലന രംഗത്ത്, അല്ലെ അജൈവ പാഴ്വസ്തു പരിപാലന രംഗത്താണ് നമുക്ക് സേവനം നൽകി വരുന്നത്. അതോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ജൈവ മാലിന്യ പരിപാലനം. അതിനായിട്ട് ശുചിത്വ മിഷൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ 90% വരെ സബ്സിഡിയോടുകൂടി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കോ ഉള്ള ഉപാധികൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും. അപ്പോൾ അത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ശുചിത്വത്തിനായി ഒരുമിക്കാം, ഓരോ വ്യക്തിയും ഒരേ മനസ്സോടെ നമുക്ക് ഒരുമിക്കാം എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ഈ കാണിച്ച പല വിഷ്വൽസിൽ നിന്നും ഒരു ജനത ഒറ്റക്കെട്ടായി ഒരുമിച്ച്, നമ്മുടെ ഇന്നത്തെ പ്രസ്തുത വിഷയം പോലെ ഓരോ വ്യക്തിയും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഈ ശുചിത്വമെന്ന വലിയ ആശയത്തിന് വേണ്ടി ഒരുമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. സാർ, ഇപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രതയെക്കുറിച്ചും കേരളത്തിൻ്റെ ജനസാന്ദ്രത കൂടിയ കേരളം പോലുള്ള പ്രദേശത്തുണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. സാർ, നമ്മൾ ഈ ക്യാമ്പയിനെക്കുറിച്ച് പറയുമ്പോൾ, മാലിന്യമുക്ത ക്യാമ്പയിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഈ ഗ്രീൻ സൗഹൃദം നമുക്ക് എത്തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം സാർ. നമുക്ക് ഇപ്പം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം അറിവുള്ളൊരു കാര്യമാണ് ഹരിതചട്ടപാലനം അല്ലെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാചകം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഹരിതചട്ടപാലനം അല്ലെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ അല്ലെങ്കിൽ പുനരുപയോഗ സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക്കുകളെ ഒഴിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റി നിർത്തുക എന്നുള്ള തലത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള തലത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു വിവേകപൂർവമായ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്നുള്ളതാണ്. അതായത് ഏകോപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് കഴിയും. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിവാഹ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുചേരലുകൾ, ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അവിടെ 1000-ഓ 2000-ഓ ആളുകൾ പങ്കെടുക്കുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഏകോപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കൾ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ, പ്ലാസ്റ്റിക് മാത്രമല്ല ഡിസ്പോസിബിൾ വസ്തുക്കൾ എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ടാവും. അതുകൂടാതെ അതിൻ്റെ സൈഡ് ഡിഷസ് അല്ലെങ്കിൽ ഡെസേർട്ടുകൾ, വെള്ളം കുടിക്കുന്നതിനുള്ള ഗ്ലാസ്സുകൾ, ഇങ്ങനെ ചായയോ കാപ്പിയോ കുടിക്കുന്നതിനുള്ള ഗ്ലാസ്സുകൾ, ഇതൊക്കെ ഡിസ്പോസിബിൾ ആകുമ്പോൾ അവിടെ ഏതാണ്ട് ഒരു 1000 പേരുടെ പരിപാടി കഴിയുമ്പോൾ ഒരു 5000-6000
മാത്രം എണ്ണം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ വസ്തുക്കളാണ് അവിടെ വേസ്റ്റായി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മളൊരു ചെറിയൊരു മാറ്റം അതിൽ വരുത്തിയാൽ പുനരുപയോഗ സാധ്യമായ വസ്തുക്കൾ കൊണ്ടുള്ള ഇപ്പം സ്റ്റീൽ പ്ലേറ്റുകളോ അല്ലെങ്കിൽ നല്ല മനോഹരമായ ചില്ല് കൊണ്ടുള്ള സെറാമിക് പ്ലേറ്റുകളോ പോർസിലിൻ പ്ലേറ്റുകളോ ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അത്തരം ഹരിതചട്ടപാലന വഴികൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് മാലിന്യോൽപാദനം വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഹരിതചട്ടപാലനം എന്നതുകൊണ്ട് നമ്മൾ ആ ഒരു മുദ്രാവാക്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ തത്വം എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം അളവ് കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ നമ്മളുടെ ഈ മുമ്പേ പറഞ്ഞ പോലെ ജനസാന്ദ്രതയും അതുപോലുള്ള ഘടകങ്ങളും കാരണം നമുക്ക് സംസ്കരണത്തിനായി സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അളവ് കുറയ്ക്കണം എന്ന് പറയുന്നത്. ഇത് വിലപ്പെട്ട പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ്, ഇപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിവാതകം ഉപഭോഗം കുറയ്ക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ പറയുന്ന അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിവിധ റോ വിവിധ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നതും അതേപോലെ തുല്യ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടുന്ന വിഷയമാണ്. അപ്പം ആ ഒരു തത്വം കൂടെ മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇന്ന് ഒട്ടനവധി ബദൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരം ബദൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോളിനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നത്. സാർ, നമ്മളിപ്പം കോട്ടയത്ത് നിന്ന് പോൾ ഫെർണാണ്ടസ് എന്ന പ്രേക്ഷകൻ ചേരുക. ഓക്കെ, കൊല്ലത്ത് നിന്ന്. നമസ്കാരം പോൾ സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറിന്റെ സംശയം ചോദിക്കും. നമസ്കാരം. കേൾക്കാം. എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പുനരുപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ പരിധിക്ക് മുകളിലാന്ന് തോന്നുന്ന കാര്യങ്ങള് പല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെട്ടി റോഡ് സൈഡുകളിൽ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് വെച്ച് നമുക്കത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഖരരൂപത്തിലാക്കി റോഡ് ടാറിങ്ങിന് പെബിൾസിന് പകരം പാറയ്ക്ക് മെറ്റലിന് പകരം നമുക്ക് ഉപയോഗിച്ചുകൂടെ? അതുപോലെ തന്നെ ബിറ്റുമിൻ ടാറിനോടൊപ്പം ചേർത്ത് നമുക്ക് റോഡ് ടാറിങ്ങിന് ഉപയോഗിച്ചുകൂടെ? അത് നമുക്ക് കേരളത്തിൽ തന്നെ തുടങ്ങാവുന്ന വ്യവസായങ്ങളല്ലേ? ഇത്രയും അധികം വരുന്ന പ്ലാസ്റ്റിക്കുകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചുകൂടെ? ഓക്കെ, ചോദ്യം മനസ്സിലായി. തീർച്ചയായിട്ടും സാറിൻ്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ റോഡ് ടാറിങ്ങിന് അതുപോലുള്ള ആവശ്യങ്ങളിലേക്ക് പുനരുപയോഗം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും അതേപോലെ അവർ വീടാന്തരം കയറി ഇത്തരം പ്ലാസ്റ്റിക് ശേഖരണം നടത്തി വരുന്നതും ആ ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേങ്കിൽ സാർ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം അവഗണിക്കാനാവുന്നതല്ല. പലപ്പോഴും ശേഖരിച്ച് കൊണ്ടുവരുന്ന പാഴ്വസ്തുക്കൾ നമ്മൾക്ക് വഴിയോരങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മളുടെയൊക്കെ പഞ്ചായത്തുകളിലെ മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രങ്ങളിലൊന്ന് പോയി നോക്കിയാൽ അറിയാം, നമ്മൾ ഉൽപ്പാദിക്കുന്ന അല്ല ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളുടെ അളവ് എത്ര വലുതാണ് എന്നുള്ളത്. അപ്പോൾ ഒരു മാസ കാലഘട്ടത്തെ ലക്ഷ്യമാക്കിയായിരിക്കും ഈ മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ 10-20 ദിവസം കൊണ്ട് തന്നെ നിറയുന്ന അളവിലുള്ള പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളാണ് അല്ലെങ്കിൽ കുമിഞ്ഞു കൂടുന്ന അല്ലെങ്കിൽ അവിടെ ശേഖരിച്ച് സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇത് കൃത്യമായിട്ട് റീസൈക്ലിങ്ങിന് സാർ പറഞ്ഞതുപോലെ ഇത് റോഡ് ടാറിങ്ങിലേക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടത് പുനഃചംക്രമണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. റീസൈക്ലിംഗ് മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെയധികം ഈ കഴിഞ്ഞ 4-5 വർഷത്തിനകത്ത് മുന്നേറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ഏതാണ്ട് 36,000-ഓളം അംഗങ്ങളുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 100% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സേവനം നൽകി വരുന്നുണ്ട്. എന്നാൽ 100% വീടുകളിലേക്ക് സേവനം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുറവുകളുണ്ട്. അതിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ശേഖരിച്ച് വരുന്ന പ്ലാസ്റ്റിക് പാഴ്സലുകൾ പൂർണ്ണമായിട്ടും നമ്മൾ റോഡ് ടാറിങ്ങിൽ നമ്മൾ മെറ്റലിനോ പകരമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ബിറ്റുമിന് പകരമായിട്ടല്ല, ബിറ്റുമിൻ്റെ ഉപഭോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എങ്കിൽ അതിന് ചില നിശ്ചിത ക്വാളിറ്റി ഉണ്ടാവണം. എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും അതിലേക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. അതിനാൽ തന്നെ അതിൽ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങൾ അതിനുള്ള സംവിധാനങ്ങളായിട്ടില്ല. കുറേയധികം സ്ഥലങ്ങളിൽ എന്നാൽ ആയിട്ടുമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അതിന് മാതൃകയായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ഉദാഹരണവുമായി റോഡ് ടാറിങ് എന്ന ഉദാഹരണവുമായി മുന്നോട്ട് വന്നത്. അതായത് ഇങ്ങനെ ശേഖരിച്ച് സൂക്ഷിക്കുന്ന അല്ലെ പാഴ്വസ്തു പ്ലാസ്റ്റിക്കിൽ നിന്നും റോഡ് ടാറിങ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ പഞ്ചായത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2016 കാലഘട്ടത്തിൽ തന്നെ അവർ അത്തരം ഉദാഹരണങ്ങൾ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് പിന്നെ അതേപോലെ കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ ചില ഇതിൻ്റെ മുന്നണി പോരാളികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവർ അത്തരം മാതൃകകൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രായോഗികമാകണമെങ്കിൽ ചില സാങ്കേതികമായ മുന്നേറ്റങ്ങൾ, ചില അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജിക്കലി നമ്മുടെ ഈ മേഖലയിൽ ആവശ്യമാണ്. അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ പോൾ സാർ, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മുടെ സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ശുചിത്വത്തിനായി നമുക്ക് ഒരുമിക്കാം, ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി. നമ്മോടൊപ്പം അതിഥിയായി ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സാർ, ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് നമ്മോട് സംസാരിച്ച പോൾ സാറ് ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോൾ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായിട്ട് ഒരു ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ സാമൂഹ്യപരമായിട്ട് ഓരോ വ്യക്തിയും ഇവിടെ പുലർത്തേണ്ട വലിയൊരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിലൂടെ നമ്മോട് സൂചിപ്പിച്ചത്. സാമൂഹ്യപരമായിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ട ജാഗ്രത, അതുപോലെ തന്നെ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളം സൃഷ്ടിക്കാൻ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓരോ വ്യക്തിയും ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ നാടിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്. അതിൻ്റെ ഭംഗിയെക്കുറിച്ച്, അത് കൃത്യമായി ആ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ പരിപാലിക്കപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച് നമുക്കെല്ലാം ഒരു സ്വപ്നവും ഒരു ആശയവും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കാണാറുണ്ട്. കാരണം രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ സംസ്ഥാനങ്ങളിൽ ഒന്നായെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെ കൃത്യമായി പരിപാലിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അത് നടക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാതെ നമ്മളെല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തിലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയതുപോലെ ഹരിത ചട്ടപാലനം അതിലേറ്റവും പ്രധാനമാണ്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിശദമാക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമതായിട്ട് ഉറവിടത്തിൽ തരംതിരിവ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഉറവിടത്തിൽ തരംതിരിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം പറഞ്ഞ ഹരിതചട്ട പാലനം അളവ് കുറയ്ക്കുന്ന ഒരു തത്വമാണ്. അതോടൊപ്പം തന്നെ ഉറവിടത്തിൽ തരംതിരിവ് എന്ന് പറയുന്നതും മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. കാരണം തരംതിരിവ് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മാലിന്യമല്ല, അത് പാഴ്വസ്തുക്കളാണ്. മറ്റൊരു ഉൽപ്പന്നമാക്കാനുള്ള പാഴ്വസ്തുക്കളെ നമ്മൾക്ക് തരംതിരിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു തത്വം എന്ന് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക്, ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക്, പേപ്പർ, ഇവ തരംതിരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുനഃചംക്രമണത്തിലൂടെ മറ്റുള്ള ഉൽപ്പന്നമാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ശുചിത്വത്തിനായി ഒരുമിക്കാം, ഓരോ വ്യക്തിയും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി. നമ്മോടൊപ്പം അതിഥിയായി ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സാർ, ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിക്കാൻ വന്നത് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പൊതുസമൂഹം പുലർത്തുന്ന ജാഗ്രതയ്ക്കപ്പുറം, ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ പുലർത്തുന്ന ഉത്തരവാദിത്ത മനോഭാവത്തിനപ്പുറം, സർക്കാർ പുലർത്തുന്ന ആ ഒരു മനോഭാവത്തിനപ്പുറം നാം ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിൽ തന്നെ പലപ്പോഴും ഈ മാലിന്യങ്ങൾ ഒട്ടും തന്നെ ബോധമില്ലാതെ പൊതുവിടത്തേക്ക് നിക്ഷേപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ മാലിന്യമുക്തമായ ഒരു കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹരിതകർമ്മ സേനയ്ക്ക് ഏറെ വലിയൊരു റോളും ഇവിടെയുണ്ട്. ഈ രണ്ടിനെ കുറിച്ചും ഒന്ന് പറയാമോ? തീർച്ചയായും. അതായത് വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇക്കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു പരിശ്രമമോ എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ആവശ്യമില്ല. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങളെ കൃത്യമായി ഉറവിടത്തിൽ തരംതിരിക്കുക. ജൈവമാലിന്യം, അജൈവ മാലിന്യം, അതേപോലെ തന്നെ അപകടകരമായ സാനിറ്ററി മാലിന്യങ്ങൾ പോലെയുള്ള അപകടകരമായ മാലിന്യം, ഇങ്ങനെ മൂന്നായി തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ഒരു മനസ്സ് നമ്മളെല്ലാവരും കാണിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത്
ജൈവ മാലിന്യങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം വീടുകളിലുണ്ടാകുക. അപ്പോൾ പലപ്പോഴും പറയാം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അത് അപ്രാപ്യം. ഫ്ലാറ്റുകൾക്ക് കൃത്യമായ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരം സംവിധാനങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. അതേപോലെ വിവിധ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിന്ന് സജ്ജമാക്കാൻ കഴിയുന്നതാണ്. അതിനുള്ള ഉപാധികൾ ശുചിത്വ മിഷൻ സബ്സിഡിയോടുകൂടിയും അല്ലാതെയും അവർക്ക് സ്വന്തം ചെലവിൽ വാങ്ങി വെക്കാനുള്ള തരത്തിൽ മാർക്കറ്റുകളിൽ നിന്ന് ഒരുപാട് അതിൻ്റെ സർവീസ് പ്രൊവൈഡേഴ്സ് ലഭ്യമാക്കി വരുന്നുണ്ട്. അപ്പം അത്തരം ഉപാധികൾ വാങ്ങി അവരവരുടെ ഉത്തരവാദിത്തത്തിൽ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുക, ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് അജൈവ മാലിന്യങ്ങളെ തരംതിരിച്ച് പാഴ്വസ്തുക്കൾ പുനഃചംക്രമണത്തിന് അയക്കാവുന്ന തരത്തിൽ തരംതിരിച്ച് സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ പരിസരങ്ങൾ വൃത്തികേടാക്കാൻ മറ്റാരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്തരം തെറ്റായ ശീലങ്ങൾ കണ്ടാൽ കൃത്യമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിവരം അറിയിച്ച് അതിൽ നിന്ന് നടപടി എടുപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാർ. നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ശങ്കരനാരായണൻ സാറ്. നമസ്കാരം സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സംശയം ചോദിക്കുക എന്താണ്? ശങ്കരൻ, തിരുവനന്തപുരം. മനസ്സിലായി സാർ, ചോദിച്ചു. പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ വിളിച്ചത് സാറേ, നമ്മളിപ്പോ ഈ അജൈവം ജൈവം മാലിന്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഒരു പരിധി വരെ ഹരിതകർമ്മ സേനയെ കൊണ്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് അത് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ജൈവ മാലിന്യങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മുടെ ഹോട്ടലിന്റെ വടക്കേപ്പുറത്ത് ഒന്ന് പരിശോധിച്ചാൽ വളരെ വൃത്തികെട്ട ഹോട്ടലുകളായിരിക്കും പല നമ്മുടെ സ്റ്റേറ്റിലുള്ളത്. പുറമേ നല്ല മോടിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഓരോ വീടുകളുടെയും ഫ്രണ്ട് വൃത്തിയായിരിക്കും. പക്ഷെ ബാക്കിൽ ആര് പരിശോധിക്കുന്നു? എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നുള്ള ക്യാപ്ഷനൊക്കെ ഇങ്ങനെ നമ്മൾ ചാനലുകളിൽ കാണിച്ചത് ആര് ഉത്തരവാദിത്വം വഹിക്കുന്നു? എത്ര ശതമാനം പേരാണ് സ്വന്തം മാലിന്യം കൃത്യമായി ഒരു കളക്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നത്? ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഒരു പ്രാവശ്യമെങ്കിലും ഈ വീടുകളുടെ പിന്നാമ്പുറങ്ങളൊന്ന് പരിശോധിക്കാൻ വരും എന്നൊരു പരസ്യം കൊടുത്താൽ ഒരു പരിധി വരെ നാണക്കേട് കൊണ്ടെങ്കിലും ആളുകൾ അവിടെ വടക്കേപ്പുറമെങ്കിലും ഈ ജൈവമാലിന്യങ്ങൾ ഒരു പരിധി വരെ അവർ കൈകാര്യം ചെയ്യുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അപ്പൊ ഇത്തരത്തിലൊരു നീക്കം കൂടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഉണ്ടായാൽ നന്നായിരിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ സാർ, ഉത്തരം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. തീർച്ചയായും. അതായത് ഈ പറഞ്ഞതുപോലെ അവരവരുടെ വീടും ചുറ്റുപാടും പരിസരവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു പ്രശ്നം അല്ല. എന്തെങ്കിലും സാറ് പറഞ്ഞത് പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. കുറേയധികം ആളുകൾ ഈ രീതിയിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവരുണ്ടാവാം. കാരണം വീടും ചുറ്റുപാടുകളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വലിച്ചെറിഞ്ഞും അല്ലെങ്കിൽ കൃത്യമായി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാത്ത സാഹചര്യം ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഹരിതകർമ്മസേനയുമായി വഴക്കിടുന്നവരും അവർക്ക് യൂസർ ഫീ ഒരു തുച്ഛമായ തുകയാണ് നമ്മൾ യൂസർ ഫീ ഈടാക്കുന്നത്. 50 രൂപ തൊട്ട് നഗരപ്രദേശങ്ങളിൽ കൂടുതൽ വാങ്ങാറുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ 50 രൂപയും എന്ന കണക്കിലാണ് വാങ്ങി വരുന്നത്. അപ്പോൾ അത് കൊടുക്കാതെ എന്നാൽ പ്ലാസ്റ്റിക് ഇല്ല എന്ന് ഹരിതകർമ്മസേനയോട് വാദിക്കുകയും പകരം ഈ പറഞ്ഞതുപോലെ വീടിൻ്റെ പിറകുവശത്തും മറ്റും പ്ലാസ്റ്റിക് കൂട്ടിയിടുക അല്ലെങ്കിൽ കത്തിച്ച് അതിൻ്റെ പുക പരിസരവാസികൾക്ക് ചുറ്റുപാട് അയൽപക്കത്തുള്ളവർക്കുൾപ്പെടെ അസൗകര്യമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ല എന്നല്ല. അപ്പം അതിന് നമ്മൾ ഒട്ടനവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് പ്ലാസ്റ്റിക് കത്തിക്കരുത് അല്ലെങ്കിൽ കത്തിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയാത്തവരായി കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവും എന്ന് കരുതുന്നില്ല. എല്ലാ ജനങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ എങ്കിലും ഈ പറയുന്നത് പോലെ നിയമത്തെ അനുസരിക്കാത്തവർ അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു ശീലം സമൂഹം പിന്തുടർന്നു വരുമ്പോൾ അതിനോട് യോജിക്കാതെ എതിർത്ത് നിൽക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടാവാം. അപ്പം അത്തരം ആളുകളെ പ്രതിരോധിക്കുന്നതിനോ അല്ല അവരുടെ പ്രവർത്തനത്തെ തടയിടുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നിപ്പം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് പരാതി രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ എവിടെ നിന്നും ഒരു വാട്സാപ്പ് നമ്പർ, ആ വാട്സാപ്പ് നമ്പറിൽ തദ്ദേശ വകുപ്പ് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ലോഞ്ച് ചെയ്തതാണ്. അതിലൂടെ ആളുകൾക്ക് പരാതികൾ അറിയിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ കൃത്യമായി അയൽവക്കത്തോ നമ്മുടെ അറിവിലോ ആളുകൾ കൃത്യമായി പരിസരം വൃത്തിയായി
സൂക്ഷിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യാം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹെൽത്ത് വിഭാഗം അതിൽ പരാതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ കത്തിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ മലിനമാക്കുക, ജലാശയങ്ങൾ മലിനമാക്കുക, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ ചിത്രങ്ങൾ സഹിതം ആ വാട്സപ്പ് നമ്പറിലേക്ക് പോസ്റ്റ് ചെയ്താൽ നമുക്കതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം, പരമാവധി 2,500 രൂപ, 25% എന്ന് പറയുന്നത് പരമാവധി 2,500 രൂപ വരെ പാരിതോഷികം വരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക കാര്യത്തിൽ, അതായത് നമുക്ക് വാർഡ് തല സമിതികൾ നിലവിലുണ്ട്. ആ സമിതികൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കാരണം ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വാർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതേപോലെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, ഇവരൊക്കെ ഒരു പരിശോധനയുടെ ഭാഗമായി ഈ വീടുകളുടെ പരിസരങ്ങൾ പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. എല്ലായിടത്തും അത് വ്യാപകമായിരിക്കണം എന്നില്ല, എങ്കിൽ കൂടിയും അത് നടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ ശങ്കരൻ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ശുചിത്വത്തിനായി നമുക്ക് ഒരുമിക്കാം, ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി. നമ്മോടൊപ്പം അതിഥിയായി ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സാറ് ഹരിതകർമ്മ സേനയുടെ ആ ഒരു വലിയ റോളിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാം. തീർച്ചയായും. ഹരിതകർമ്മ സേനയുടെ എന്ന് പറയുന്ന ആശയം തന്നെ നമ്മുടെ കേരളത്തിൽ കേട്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ സേവനങ്ങൾ ചെയ്തു തുടങ്ങിയതും ഏതാണ്ട് 2017 കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2017 മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യ ക്യാമ്പയിൻ പ്രഖ്യാപനം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഹരിതകർമ്മ സേന പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഏതാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് വരികയും ഇന്നത് വളർന്ന് ഏതാണ്ട് 36,000-ഓളം ആളുകൾ പ്രവർത്തിക്കുന്ന, 36,000-ൽ അധികം പ്രവർത്തിക്കുന്ന ഒരു സേനയായി വളർന്നു കഴിഞ്ഞു. ഇന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇവരുടെ സേവനം ലഭ്യമാണ്. ഇവരുടെ സേവനം അതിനെ മോണിറ്റർ ചെയ്യുന്നതിനായിട്ടും അവരുടെ കൺസോർഷ്യം തന്നെയാണ് അതിൻ്റെ മോണിറ്ററിങ് ചെയ്യേണ്ടത്. അത് പുറമേ നിന്നുള്ള ഒരു മോണിറ്ററിങ്ങിനേക്കാൾ ഉപരി അവരവർ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവർ ഓരോ ദിവസവും കവർ ചെയ്യുന്ന വീടുകൾ, ശേഖരിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ്, തരംതിരിച്ച് MCFൽ സൂക്ഷിക്കുന്നതിൻ്റെ അളവ്, ഇതിനായിട്ടൊക്കെ ഇന്ന് ഒരു ഹരിതമിത്രം ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനമുണ്ട്. നമ്മളെല്ലാം വീടുകളിൽ ഒരു QR കോഡ് പതിച്ചിട്ടുണ്ട്, ഹരിതമിത്രം എന്നുള്ള പേരിൽ. അപ്പോൾ ആ QR കോഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഡാറ്റ അതിൽ കിട്ടും. ഓരോ വീടുകളിൽ നിന്ന് ശേഖരിച്ചതിൻ്റെ, ഹരിതകർമ്മസേന വന്നതിൻ്റെ എല്ലാം വിശദമായ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ഹരിതകർമ്മ സേനയുടെ കൺസോർഷ്യത്തിനും മോണിറ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവരുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാം. എല്ലായിടത്തും സേവനങ്ങൾ ലഭ്യമാക്കിയോ അല്ലെങ്കിൽ കൃത്യമായി ഇവർ സേവനങ്ങൾ നൽകുന്നുണ്ടോ, ഇത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഓരോ തലത്തിലും ഇത് മോണിറ്റർ ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനമുള്ളൂ. കേരളത്തിൽ മൊത്തം ഒരു ദിവസം എത്ര ഹരിതകർമ്മ സേനാംഗം എത്ര വീടുകളിൽ സേവനം നൽകി എന്ന് സംസ്ഥാന തലത്തിൽ അറിയുന്നതിനും ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് സാധിക്കും. അങ്ങനെ വലിയൊരു ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ വലിയൊരു വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു ഹരിതകർമ്മ സേനയുടെ ആവിർഭാവം, അല്ലെങ്കിൽ അവരുടെ സേവന പ്രവർത്തനങ്ങൾ തുടങ്ങി വന്നത്. അപ്പോൾ ഇന്ന് വലിയൊരു ശക്തിയായി തന്നെ അവർ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. സാറിപ്പോൾ പറഞ്ഞു നിർത്തുകൊണ്ടായി, ശുചിത്വ മാലിന്യ രംഗത്ത് വിപ്ലവാത്മകരമായ മാറ്റങ്ങളാണ് ഹരിതകർമ്മ സേന സൃഷ്ടിച്ചത്. അതെ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ശുചിത്വ ബോധം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ ശുചിത്വ മിഷനും വളരെ വലിയൊരു പങ്കുണ്ട്. വളരെ സുദീർഘമായ പ്രവർത്തനങ്ങൾ ശുചിത്വ മിഷൻ നടപ്പിലാക്കുന്നുണ്ട്. ശുചിത്വ മിഷൻ്റെ റോളിനെ കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് വിശദമാക്കാം. തീർച്ചയായും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പിന്തുണ ലഭ്യമാക്കുന്നതിലാണ് ശുചിത്വ മിഷൻ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആളുകൾക്ക് സേവനം, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകേണ്ടുന്ന പ്രാഥമിക ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ അവർക്ക് ഏത് തരത്തിലാണ്, ഏത് രീതിയിലാണ് പിന്തുണ നൽകേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് നയരൂപീകരണം നടത്തുന്നത്, സർക്കാരിന് വേണ്ടിയിട്ട് നയരൂപീകരണം നടത്തുന്നതും സാങ്കേതിക പിന്തുണ ലഭ്യമാക്കുന്നതും ശുചിത്വ മിഷൻ കൃത്യമായി ചെയ്തു വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രാധാന്യം ജനകീയ ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ, അതിൽ വിവരവിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതും ശുചിത്വ മിഷൻ വിപുലമായ രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഇതിൽ ശുചിത്വ മിഷൻ്റെ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചില ഏജൻസികളുണ്ട്. അവരെയും പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം വലിയൊരു പങ്ക് തന്നെയാണ് ഇപ്പം കുടുംബശ്രീ മിഷൻ, ഈ നമ്മൾ പറയുന്ന ഹരിതകർമ്മ സേന എന്ന് പറയുന്ന സംവിധാനം, അതിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു കോർഡിനേഷൻ റോളിൽ നിൽക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. അതോടൊപ്പം തന്നെയാണ്
നമ്മൾ കാണേണ്ടത് ക്ലീൻ കേരള കമ്പനി ഈ ശേഖരിച്ച് ഏതാണ്ട് 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന മാലിന്യത്തിനെ കൃത്യമായി നീക്കം ചെയ്തു വരുന്നത് ക്ലീൻ കേരള കമ്പനിയാണ്. അതേപോലെ ഹരിത കേരള മിഷൻ, KSWMB ഹരിത കേരള മിഷൻ ഇതിനെല്ലാം എല്ലാ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന PCB ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ മോണിറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഒരു പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ വെയിറ്റ് ചെയ്യാം. നമസ്കാരം മണികണ്ഠൻ സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, സാറിന്റെ സംശയം ചോദിക്കും. എന്താണ് സംശയം? ഓക്കെ, മനസ്സിലായി, ചോദിച്ചോളൂ സാർ. കേൾക്കാം. ഞാൻ വിളിക്കാൻ പ്രധാന കാരണം, അതായത് നമ്മൾ ശുചിത്വം എന്ന് പറഞ്ഞാൽ പ്രധാന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ജനസാന്ദ്രത കൂടുന്ന ഒരു പ്രദേശമാണ് കേരളം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്ന സ്ഥലങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മളെ ഇതിനൊരു നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അതിന് ടീം വർക്ക് അതായത് ഗ്രാമസഭ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക നിർദ്ദേശം ഈ എല്ലാ മാസത്തിലും ഈ നമ്മളെ ശുചിത്വം, അതായത് വീടുകളിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അതിന് പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അത് ഒരു ശുചിത്വമായിട്ടുള്ള ഒരു ക്ലീൻ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് അതിനുള്ളൊരു പ്രത്യേക ഒരു പ്രോത്സാഹനം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് നമ്മളത് ഇപ്പൊ എല്ലാവരും ഈ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക, അത് വേസ്റ്റ് പുറത്തേക്കിടുക. ധാരാളം പ്ലാസ്റ്റിക് കവറുകളും അതിന് ബന്ധപ്പെട്ട തന്നെ മണ്ണിൽ ലയിക്കാത്ത രൂപത്തിലുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക തീരുമാനങ്ങൾ ശരിക്കും ഗവൺമെന്റ് എടുക്കണം. തീർച്ചയായിട്ടും മണികണ്ഠൻ സാർ, വളരെ പ്രസക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഏകോപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ നിരോധനം ഉണ്ട്. അംഗീകാരമുള്ള വസ്തുതയായിരിക്കും അത്. എന്താണ് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അത് നടപ്പിലാക്കുന്നതിൽ ഏറെയും കുറഞ്ഞും എല്ലാവരും ഒരേ രീതിയിൽ നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിൽ വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ ജനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഇത് ഇപ്പോൾ നിരോധിതമായ പല വസ്തുക്കളും, ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല നിരോധിത വസ്തുക്കളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലഭ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒറ്റയടിക്ക് എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളെയും ഏകോപയോഗ വസ്തുക്കളെയും നിരോധിക്കുന്നൊരു കാര്യം ആയിരുന്നില്ല സർക്കാർ ചെയ്തത്. ഘട്ടം ഘട്ടമായിട്ടാണ്. ഇപ്പം പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആദ്യം 30 മൈക്രോണിൽ മുകളിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിരോധനം കൊണ്ടുവന്നു. പിന്നെ 50 മൈക്രോണായി. ഇപ്പോൾ അത് 120 മൈക്രോൺ. ഇപ്പോൾ ക്യാരി ബാഗുകളെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അപ്പം സർക്കാർ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ജനങ്ങളും അതിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുമ്പോഴാണ് ഇത് നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ മണികണ്ഠൻ സാർ, മനസ്സിലായിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. നാം ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ശുചിത്വത്തിനായി ഒരുമിക്കാം, ഓരോ വ്യക്തിയും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി. നമ്മോടൊപ്പം അതിഥിയായ ശ്രീ എബ്രഹാം തോമസ് രഞ്ജിത്ത്, പ്രോഗ്രാം ഓഫീസർ, ശുചിത്വ മിഷൻ. സാർ, ഇപ്പോൾ മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിനിൽ വളരെ പ്രസക്തമായിട്ട് പറയുന്നതാണ് ഹരിത സ്ഥാപനങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ഓഫീസുകൾ എന്ന്. എന്താണ് സാർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിനെക്കുറിച്ച് പറയാമോ? ഹരിത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹരിത ഓഫീസുകൾ, വിദ്യാലയങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഹരിതാഭമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രീനറി സൃഷ്ടിക്കുക എന്നുള്ള ചുരുങ്ങിയ അർത്ഥത്തിൽ അതിനെ കാണരുത്. തീർച്ചയായും അത് അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടെ വിപുലമായ അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഉൾപ്പെടുന്നതാണ് മുമ്പ് പറഞ്ഞതുപോലെ ഹരിതചട്ട പാലനം. നിരോധിത വസ്തുക്കൾ അല്ലെങ്കിൽ നിരോധിത വസ്തുക്കൾ മാത്രമല്ല, ഏകോപയോഗ വസ്തുക്കളെ നമ്മൾ എല്ലാത്തരം ഏകോപയോഗ വസ്തുക്കളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. നിരോധിത വസ്തുക്കൾ നിർബന്ധമായി ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെ ഈ SUP സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗവും മറ്റ് ഈ പേപ്പറിലാണെങ്കിലും ഏകോപയോഗ വസ്തുക്കളുടെ ഉപയോഗം ഉപേക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവയൊക്കെ മാലിന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം ഉത്തരവാദിത്തോടെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം അവരവർ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിന് പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. സ്കൂളുകൾ, സ്ഥാപനങ്ങളൊക്കെ ഒരു നിർദ്ദിഷ്ട അളവിലധികം മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളായതുകൊണ്ട് തന്നെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അത് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ അനുസരിച്ച് തന്നെ അവരവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ സംസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ അവർ
അവരുടെ സ്ഥാപനങ്ങൾ സജ്ജമാക്കിയിരിക്കണം. ഇപ്പോൾ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ, ഓഫീസുകൾ ഉൾപ്പെടെ, വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിൻ്റെ പരിധിയിൽ വരുന്നവരാണെങ്കിൽ അവർ സ്വന്തം നിലയിൽ അതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കണം. അതേപോലെ ഹരിതകർമ്മസേനയുടെ സേവനം കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവണം. ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ ഒരു യൂസർ ഫീ നൽകേണ്ടി വരും. അതിലൂടെ അജൈവ പാഴ്വസ്തുക്കളെ അവർക്ക് തിരിച്ച് നൽകുകയും അത് പുനഃചക്രമണത്തിന് പോകുന്നു എന്ന് ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, അതുപോലെ തന്നെ ഈ മാലിന്യമുക്തമായ നീർച്ചാലുകൾ, മാലിന്യമുക്തമായ ജലാശയങ്ങൾ, പലപ്പോഴും നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കുപ്പികളൊക്കെ എടുത്ത് നിക്ഷേപിക്കുന്ന ഒരു ഇടമായിട്ട് ജലാശയങ്ങൾ, നദികളെയും പുഴകളെയും ഒക്കെ നോക്കിക്കാണുകയും അത്തരത്തിലുണ്ടാകുന്ന വലിയ ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാലിന്യമുക്തമായ നീർച്ചാലുകൾ, മാലിന്യമുക്തമായ ജലാശയങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പൊതുസമൂഹം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും അത് നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. മാലിന്യമുക്തമായ ജലാശയങ്ങൾ അല്ലെങ്കിൽ പൊതുവിടങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതുപോലെ തന്നെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അതിന് ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യക്കൂടകളില്ല, വേസ്റ്റ് ബിന്നുകളില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വേസ്റ്റ് ബിന്നുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരവും ഇതൊക്കെ വെച്ച് ഏറെയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. പലപ്പോഴും എല്ലാവരും ഒരേ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ രീതിയിൽ പെരുമാറാത്ത, കൃത്യമായ ശീലങ്ങൾ പിന്തുടരാത്തവർ ഒരുപാട് പേരുണ്ട്. വിദ്യാഭ്യാസത്തിലൊന്നും അതിൽ പലപ്പോഴും ഒരു ഘടകമാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഒരേ രീതിയിലല്ല ആളുകൾ പെരുമാറുന്നത്. അപ്പോൾ പൊതുവിടങ്ങളിൽ ബിന്നുകൾ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ തരംതിരിച്ച് നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കിപ്പോഴും രൂപപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പരിഷ്കൃത സമൂഹത്തിന് പിന്തുടരാവുന്ന രീതിയിലേക്ക് നമ്മളുടെ മാലിന്യ സംസ്കരണ ശീലങ്ങളെ കൊണ്ടെത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ തരംതിരിച്ചുള്ള നിക്ഷേപം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരു ബിന്നിൽ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ജൈവമാലിന്യത്തിന് നിർദ്ദിഷ്ടമായ ബിന്നുകളിൽ അജൈവ മാലിന്യം അങ്ങനെ തിരിച്ചുമൊക്കെ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബിന്നുകൾ പൊതുസ്ഥലങ്ങളിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം നിരുത്സാഹപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാത്തത്. എങ്കിലും ഇത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ബിന്നുകൾ കൂടുതലായി ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ പ്രബുദ്ധരായി വരികയാണ്. ഈ മേഖലയിൽ അവർക്ക് കൃത്യമായ ധാരണ ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ കൃത്യമായി അത് ജനങ്ങൾ പിന്തുടരും, സംവിധാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ മാലിന്യ സംസ്കരണം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനെ നമുക്ക് എത്തരത്തിൽ അതിജീവിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ഒന്ന് വിശദമാക്കാം. മാലിന്യ സംസ്കരണം തീർച്ചയായും ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. മാലിന്യ സംസ്കരണത്തിൽ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി വെല്ലുവിളികളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറയുന്ന പലപ്പോഴും കേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഉയർന്നു വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നാട്ടിലെ ഒരു ജീവിത സാഹചര്യം, ആദ്യം പറയുന്നതുപോലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത, ഇതൊക്കെ കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ ഏതാണ്ട് പാറശാല മുതൽ കാസർഗോഡ് വരെ എല്ലാം ഒരു അർബൻ നേച്ചറുള്ളതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ്. അപ്പം ജനപ്പാർപ്പില്ലാത്ത ഇടങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മളുടെ കാലാവസ്ഥ ഏതാണ്ട് 6 മുതൽ 8 മാസം വരെ മഴയുള്ള ഒരു കാലാവസ്ഥയും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് ഈ മാലിന്യ സംസ്കരണം ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ തീരുന്ന സാഹചര്യമുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഘടകമാണ് ജനങ്ങളുടെ ഒരു അവബോധത്തിൽ ഉള്ള കുറവുകൾ, അല്ലെങ്കിൽ പൊതു ഇടങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഉള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു കുറവ് എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ പരിപാലിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് അത്രയും ജാഗ്രത പുലർത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ പുതിയ തലമുറയെ നമ്മളതിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ തലമുറ എന്നത് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ വലിയ ഒരു അവബോധം അവരിലേക്ക് വന്നു കഴിഞ്ഞു. അവർ ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കടലാസ് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമായിരുന്നു നമുക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറി. അന്ന് അവർക്കെല്ലാം കൃത്യമായ ധാരണയുണ്ട്, അവർ വലിച്ചെറിയുന്ന സാഹചര്യം ഇല്ല. അപ്പം വെല്ലുവിളികളെ നമ്മൾ അതിജീവിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്, വെല്ലുവിളി അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതി പിന്തുടർന്നു വരുന്നത്. കാരണം കേന്ദ്രീകൃത പ്ലാന്റുകൾ
സ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ വികേന്ദ്രീകൃതമായിട്ട് നമുക്കത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയത്തുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാം കേന്ദ്രീകൃത പ്ലാന്റുകൾ വിളപ്പൻശാല പ്ലാന്റ് പൂട്ടിപ്പോയപ്പോൾ വികേന്ദ്രീകൃതമായ രീതിയിൽ അത് നടപ്പിലാക്കി വിജയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ വലിയ ഒരു പങ്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൻ്റെ ഭരണസമിതി എടുക്കുകയും അതിനെ അവർ നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കിയപ്പോൾ അത് വിജയമായി തീരുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ കൂനകൾ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 10 ലക്ഷം ആളുകൾ 10 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരം, ഏതാണ്ട് 2-2.5 ലക്ഷം വീടുകൾ ഉള്ള ഒരു ഭവനങ്ങളുള്ള ഒരു നഗരം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 10% ആളുകൾ ഇത് വികേന്ദ്രീകൃത രീതിയിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അതിന് കൃത്യമായി അതിനോട് സഹകരിക്കാത്തൊരു ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പൊതു ഇടങ്ങളിലും പൊതു ജലാശയങ്ങളിലും മലിനമാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ കൃത്യമായ രീതികൾ പിന്തുടരുക എന്നുള്ളതാണ്. സാർ, നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഈ നിയമ ലംഘനവും നിയമ നടപടിയും അതിനെക്കുറിച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട ഒരു ഘടകം തന്നെയാണ് നിയമപരമായ നടപടികളിലൂടെ ഉണ്ടാകുന്ന ആളുകൾക്ക് തരുന്ന മുന്നറിയിപ്പും നടപടികളും ഒക്കെ നമ്മൾ പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ്. അതിൽ ഇപ്പോൾ ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഈ 2023 മുതൽ തുടങ്ങിയതാണ്. അതായത് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് മുൻപ് നമ്മളുടെ പ്രേക്ഷകൻ ചോദിച്ചതുപോലെ തന്നെ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിക്കാമായിരുന്നൊരു കാര്യമാണത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ ഇന്ന് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർ ആ രീതിയിലോ അല്ലാതെ സ്വന്തം നിലയ്ക്കോ അവർ പരിശോധനകൾ നടത്തുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുനിസിപ്പൽ ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിലുമൊക്കെ അമെൻമെൻറ്റുകൾ വരുത്തിക്കൊണ്ട് പിഴത്തുക ഇന്ന് വളരെയധികം വർദ്ധിപ്പിച്ചു. മുൻപ് ചെറിയ 250ഉം 1000ഉം ഒക്കെ ആയിരുന്നു പിഴയെങ്കിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ സ്പോട്ട് ഫൈൻ എന്ന് പറയുന്നത് തന്നെ 5000 രൂപയാണ്. നമ്മൾ മാലിന്യം കത്തിക്കുകയോ ഒരു ടൂറിസം കേന്ദ്രങ്ങളിലോ ഒക്കെ തന്നെ വലിച്ചെറിയുന്ന ശീലങ്ങൾ നമുക്കുണ്ട്. മാലിന്യങ്ങൾ ഭക്ഷണവും മറ്റും കഴിച്ചിട്ട് അതിൻ്റെ ഡിസ്പോസിബിൾ വസ്തുക്കളൊക്കെ നിരുത്തരവാദിത്തപരമായി നിക്ഷേപിക്കാൻ സാധിക്കും. അത്തരം തെറ്റുകൾ പിന്തുടർന്നാൽ 5000 രൂപ വരെ സ്പോട്ട് ഫൈനും മാക്സിമം 50000 രൂപ വരെ പിഴ ചുമത്തുന്നതിനുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. അതുപോലെ നിയമ നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും. സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുചിത്വത്തിനായി ഓരോ വ്യക്തിയും ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി എന്ന വിഷയത്തെക്കുറിച്ച് ശുചിത്വം നിലനിർത്തുന്നതിന് വേണ്ടി മാലിന്യമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു പൊതുസമൂഹവും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യ പാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.